ചിത്രത്തിൽ കാണുന്നത് ഇതിനിടെ വിട പറഞ്ഞുപോയ ആടുമ എന്ന പേരിൽ അറിയപ്പെട്ട മക്കാട്ട് ഫാത്തിമ എന്നിവരാണ്. ഫറൂഖ് കോളേജിൻ്റെ പരിസരത്ത് ജനിച്ചു വളർന്ന ആടുമയെ ഫറൂഖ് കോളേജിൻ്റെ ഇടവഴികൾക്കും ഇടനാഴികൾക്കും അറിയാം. ഫാത്തിമയ്ക്ക് ആടുമ എന്ന പേര് വന്നതിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട്. 12-ാം വയസ്സിൽ കല്യാണം കഴിച്ച ഫാത്തിമ 15-ാം വയസ്സിൽ ഒരു കുട്ടിയെ പ്രസവിച്ചെങ്കിലും കുട്ടി മരിച്ചു പോവുകയായിരുന്നു. ബാപ്പായുടെ കൂടെ പണിക്ക് പോയ ഭർത്താവ് പിന്നീട് തിരിച്ചു വന്നുമില്ല. ഉമ്മാക്ക് പിന്നാലെ ബാപ്പയും മരണപ്പെട്ടതോടെ ഫാത്തിമ തനിച്ചാവുകയായിരുന്നു. പിന്നീടുള്ള കാലം ഫാത്തിമയ്ക്ക് കുടുംബം ആടുകളായിരുന്നു. അങ്ങനെ മക്കാട്ട് ഫാത്തിമ ആടുമയായി മാറി. ഒരു മനുഷ്യായുസ്സിൻ്റെ പകുതി ഭാഗവും ആടുകളുടെ കൂടെ ജീവിച്ചു തീർത്തു. ഉണ്ണുന്നതും ഉറങ്ങുന്നതും ആടിനിടയിൽ തന്നെ. തനിച്ചുള്ള ജീവിതത്തിൽ കൽബിലും കണ്ണിലും ആടുമയ്ക്ക് എപ്പോഴും ആടുകൾ മാത്രമായിരുന്നു. ഉടുക്കാനും കഴിക്കാനും മഴ ചതിക്കാതെ ഉറങ്ങാനും കുറച്ചു നല്ല മനുഷ്യർ ഓരോ ദിവസവും ആടുമയെ ഓർത്തതുകൊണ്ട് തന്നെ ആടുമ കുറച്ചു കാലം ഇവിടെ ജീവിച്ചു. ആടുമ നടന്നു തീർത്ത വഴികളും ഫറൂഖ് കോളേജും അത് ഏറ്റുപറയും. ഒരിക്കൽ ഇവിടെ ഒരു ആടുമയും 31 ആടുകളും ഉണ്ടായിരുന്നു.